ഇറാൻ ഇന്റലിജൻസ് അതിഗുരുതരമായ ചില കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അമേരിക്ക ചർച്ചകളുടെ മറവിൽ കൃത്യമായ ചില നിരീക്ഷണങ്ങളാണ് ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് പറയുന്നത് ഇറാന്റെ വ്യോമ മേഖലയിൽ അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ശക്തമായ നിരീക്ഷണമാണ് അമേരിക്ക നടത്തുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാന് അല്പം മുകളിൽ വെച്ചാണ് ഈ ചർച്ചകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇറാൻ പറയുന്നത് പ്രത്യേകമായ രൂപത്തിൽ, അതായത് സാധാരണയ്ക്ക് വിപരീതമായ രൂപത്തിൽ അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾ ഇറാന്റെ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടെ പറയുന്നത്, അമേരിക്കയുടെ റഡാറുകളെ ജാം ചെയ്യാൻ പറ്റിയ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളുള്ള വിമാനങ്ങൾ, അതുപോലുള്ള സംവിധാനങ്ങൾ ഇറാന്റെ ഹോർമുസ് കടലിടുക്കിന് മുകളിൽ അതിന്റെ പരിസരങ്ങളിൽ ശക്തമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ റഡാറുകൾ, ഇറാന്റെ സൈനിക നീക്കങ്ങൾ, ഇതെല്ലാം ശക്തമായ രൂപത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചർച്ച എന്ന പേരിൽ സമയം കണ്ടെത്തുകയാണ്, ഇറാനെ നിരീക്ഷിക്കാനുള്ള സാഹചര്യം കണ്ടെത്തുകയാണ്. അതല്ലാതെ ആത്മാർത്ഥമായ ഒരു ചർച്ചയല്ല അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയുമായി ഇറാൻ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇനി എന്തൊരു നീക്കമായിരിക്കും ഉണ്ടാവുക? ഈ ചർച്ചകളുമായി ഇറാൻ മുന്നോട്ട് പോകുമോ, അതല്ല ഇറാൻ ശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് കടക്കുകയായിരിക്കുമോ എന്ന കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും അമേരിക്ക ഈ 60 ദിവസം എന്ന് പറയുന്നത് ശക്തമായ നിരീക്ഷണങ്ങൾക്കും വീണ്ടും ഒരു ശക്തമായ ആക്രമണം നടത്താനുള്ള മുന്നൊരുക്കങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് ഇറാൻ ഇതിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്.